ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു മരുന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ്. ഇത് കഫക്കെട്ട്, ജലദോഷം ഒക്കെ ഉള്ള ഇത് പെട്ടെന്ന് മാറുന്ന ഒരു മരുന്നാണ്. ഇതുണ്ടായാൽ ഇതൊരു നുള്ളു മതി, വേഗം കഫക്കെട്ടിൻ്റെയും ജലദോഷത്തിൻ്റെയും ചുമയും എല്ലാം മാറും. ഇതാണ് സാധനം. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് തിപ്പല്ലി. നിങ്ങളൊക്കെ അറിയുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. ഇത് ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ഇവിടുത്തെ ശിവയ്ക്ക് നല്ലവണ്ണം ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ്. ഇത് കൊടുക്കൽ തുടങ്ങിയാൽ അവനങ്ങനെ കഫക്കെട്ടിൻ്റെ കാര്യത്തിനൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഇത് വന്നിട്ടില്ല. ഇത് കൊടുക്കുമ്പോൾ വേഗം പെട്ടെന്ന് അവൻ്റെ ചുമ, കഫക്കെട്ട്, പനിയൊക്കെ വരുന്നത് കുറയുന്നുണ്ട്. അതുണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് വേറെ ഒരു സാധനം കൂടി വേണം. അതാണ് കൽക്കണ്ടം. കൽക്കണ്ടും തിപ്പല്ലിയും കൂടി കൂട്ടി വറുത്ത് പൊടിച്ച് എടുക്കണം. അത് ചെറിയ ഒരു ചൂടിൽ ഇത് വറുത്ത് പൊടിച്ചെടുക്കണം. നല്ല സ്മെല്ല് വരും. അപ്പോൾ ഓഫാക്കുക. നല്ല വറുത്ത് ഒന്നിങ്ങനെ ഇതാകുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കുക. ഇങ്ങനെ ചെറിയ ചൂടിൽ ചട്ടി ചൂടുമ്പോൾ നല്ലൊന്ന് ഇങ്ങനെ ഇളക്കി പരത്തിയിട്ട് ചൂടായിട്ട് നല്ലോണം ചെറിയ തീയെ പറ്റുള്ളൂ. ചെറിയ തീയിൽ ചൂടാക്കി എടുക്കുക. നല്ല സ്മെല്ല് വരും ഇങ്ങനെ ചൂടായി വരുമ്പോൾ. ആ സമയത്ത് നമ്മൾ ഓഫ് ചെയ്യുക. സ്മെല്ല് വന്ന് വറുത്തെടുത്ത തിപ്പല്ലിയാണത്. ഇതിലേക്ക് ഇനി കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ കുറച്ചധികം കൽക്കണ്ടം വേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് നല്ല എരിവ് ഉണ്ടാവും. കൽക്കണ്ടം അധികം കൂട്ടിയാലും കുഴപ്പമില്ല. അത് നമുക്ക് കഫക്കെട്ടിനൊക്കെ നല്ല ഫലപ്രദമായിട്ടുള്ള സാധനമാണല്ലോ. അതുകൊണ്ട് അത് കൂട്ടിയിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ പൊടിച്ചെടുത്ത കൽക്കണ്ടം തിപ്പല്ലിയും പൊടിച്ചെടുത്ത പൊടിയാണ്. ഈ പൊടി നല്ലവണ്ണം കാറ്റൊന്നും കിടക്കാതെ നനവൊന്നുമില്ലാത്ത നല്ല ചില്ല് കുപ്പിയിലാക്കിയിട്ട് നല്ലവണ്ണം അടച്ച് വയ്ക്കണം. എന്നാൽ കുറേ ദിവസം ഒരു മാസം വരെ ഇത് ഉപയോഗിക്കാം. ഞങ്ങളിങ്ങനെ പൊടിച്ചിട്ട് ആക്കി വയ്ക്കലാണ്, കുപ്പിയിലാക്കിയിട്ട് വയ്ക്കലാണ്. അത് ഇങ്ങനെ ഒരു നുള്ളെടുത്തിട്ട് കുറച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു നുള്ളെടുത്തിട്ട് കൊടുക്കുക. പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ സ്പൂണോ 2 സ്പൂണോ ഒക്കെ കഴിക്കാം. കുട്ടികൾക്കാകുമ്പോൾ ഈ എരിവ് വല്ലാതെ പറ്റില്ലല്ലോ, മധുരം ഉണ്ടാവും എന്നാലും. അതുകൊണ്ട് നുള്ളെടുത്തിട്ട് ഞങ്ങൾ എന്നും രാവിലെ ശിവയ്ക്ക് കൊടുക്കും. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇത് കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ കഫക്കെട്ട് ഒന്നും അവന് വല്ലാതെ ഉണ്ടാവാറില്ല. വേഗം വരുമ്പോഴേക്കും ഞങ്ങളിത് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകൊണ്ട് അവനങ്ങനെ ശല്യമായിട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇതാണ്. വലിയവർക്കും നല്ലതാണ്. കുട്ടികൾക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന കഫക്കെട്ടും ചുമയും എല്ലാം കുറയാൻ ഇത് ഉപയോഗിച്ച് നോക്കൂ. നല്ലൊരു ടിപ്പാണ്.